പിന്നെയാണ് ഞാൻ അറിഞ്ഞ് അടുത്ത ഒരു 6 മാസം തിരുവനന്തപുരത്തുള്ള സംഗീത ഗുരുക്കന്മാരെ ഓരോരുത്തരെയും ഇവിടെ വിളിച്ച് ഈ മുറിയിൽ അല്ലെങ്കിൽ ആ മുറിയിൽ ഇരുത്തിയിട്ട് അമ്മ മഹാറാണി ഇന്റർവ്യൂ ചെയ്യുകയാണ്. അവരെ പാടിപ്പിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് എൻ്റെ ഗുരു ആവാൻ ക്വാളിഫൈഡ് ആവാനുള്ള ഗുരുവിനെ സെലക്ട് ചെയ്യായിരുന്നു. അത് ഞാൻ അപ്പോൾ അറിഞ്ഞില്ല. അങ്ങനെ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ സാർ, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വന്ന കാരണം തന്നെ അതാണ്. വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ സാറിൻ്റെ 100ാം ജന്മവാർഷിക ഈ വർഷമാണ്. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സെന്റിനറി സെലിബ്രേഷൻസ് നടത്താൻ പോകുന്നു. സാറിൻ്റെ ശിഷ്യന്മാരും കുറെ പേരും കൂടെ ചേർന്ന്. അപ്പോൾ അതിൽ ഫസ്റ്റ് പരിപാടി ഈ ശനിയാഴ്ചയാണ്, വരാൻ പോകുന്ന ശനിയാഴ്ച. സാറിൻ്റെ പേരിൽ ഒരു കച്ചേരി പാടും. അപ്പോൾ വെച്ചൂർ സാറപ്പോൾ അമ്മ മഹാറാണി ഒരു എന്താ പറയുക, സ്കേറി ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് പാട്ടുകാർക്ക് ദേഷ്യം വന്നാൽ കൺട്രോളൊന്നുമില്ല, എന്താ പറയുന്നത്. അപ്പോൾ അമ്മ മഹാറാണി ആ റൂമിൽ കട്ടിലിരിക്കും. താഴെ അമ്മമാരുടെ മുമ്പിൽ വെച്ചൂർ സാറും ഞാനും ഇരുന്നാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സാറ് എന്നെ നോക്കുകയില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ അപ്പോൾ ഞാൻ പാടും. അപ്പോൾ കറക്റ്റ്. പക്ഷെ ഞാൻ മിസ്റ്റേക്ക് പാടിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മ മഹാറാണി മുമ്പിൽ ഇത് പാടിയത് തെറ്റാണെന്ന് ശബ്ദം ഉയർത്താനും പറ്റില്ല. അപ്പോൾ സാറ് കറക്റ്റായിട്ട് പഠിക്കൊണ്ടിരിക്കും, ഞാൻ തെറ്റായിട്ട് പഠിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പാടുന്നവരെ സാറ് റിപ്പീറ്റ് ചെയ്ത് അവസാനം ശരിയായിട്ട് കിട്ടും. അങ്ങനെ ക്ലാസ് നടന്നത്. പിന്നെ അമ്മ മഹാറാണി കുറച്ച് നാളായി ജീവിച്ചിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ ആണ് മ്യൂസിക് ക്ലാസ് വരുന്നത്. അപ്പോൾ എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും ബാഡ്മിൻ്റൺ കളിക്കാനും സിനിമയ്ക്ക് പോകാനും അവർ ഫ്രീ സാറ്റർഡേ സൺഡേ ഈവനിങ് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ ഫ്രീ അല്ല, എനിക്ക് പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ കേൾക്കുമ്പോൾ ഇപ്പോൾ ദേവദേവ കലാപ കേൾക്കുന്നു, വാതാപി ഗണപതി, പല പാട്ടുകൾ കേൾക്കും. സാറിങ്ങനെ സാരി ഗമ മാത്രമേ. അപ്പോൾ വേർഡ്സ് ഒന്നും ഇല്ല, ഈ സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഒരുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഈ ബാലപാഠങ്ങൾ. പിന്നെ സാറിന് ഒരു കാറ്ററാക്ട് ഓപ്പറേഷൻ വന്നു. അപ്പോൾ കണ്ണിന് ഓപ്പറേഷൻ വന്ന് ഇനിയും 1 മാസം ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലാസ് നിർത്തി. അപ്പോൾ 1 മാസം ക്ലാസ് നിർത്തിയപ്പോഴാണ് അതിൻ്റെ സാറ്റർഡേ സൺഡേ ഒക്കെ അങ്ങ് ഫ്രീ ആയി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇനി ഈ പാട്ട് ക്ലാസ് വേണ്ട എന്ന് വിചാരിച്ചു. സാറ് എന്നെ വിളിച്ചില്ല, ഞാൻ സാറിനെയും വിളിച്ചില്ല. അങ്ങനെ തുടങ്ങിയ സമയത്ത് എന്താ വിടരുന്നതിന് മുമ്പ് കൊഴിഞ്ഞ വസന്തം എന്ന് പറയുന്ന ഒരു പാട്ട് കഴിഞ്ഞു. അമ്മ മഹാറാണി ജീവിച്ചിരിപ്പില്ല, ബാക്കിയുള്ളവർക്ക് ഇൻട്രസ്റ്റും ഇല്ല. അപ്പം അങ്ങനെ പാട്ട് ക്ലാസ് തീർന്നു. അങ്ങനെ ഒരു 6 മാസം അങ്ങ് പോയി. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ചിത്രതിരുനാൾ മഹാരാജാവ് പാലസിൽ എംപ്ലോയി ആയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഓണക്കോടി കൊടുക്കും. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ വെച്ചൂർ സാറിൻ്റെ പേര്, എന്നെ പഠിപ്പിക്കുന്നതിന് സാറിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് ദക്ഷിണയല്ല, അവർക്ക് ഒരു എംപ്ലോയി ആയിട്ട് പാലസുകാർ കാണും. ഞാൻ മനസ്സിൽ ദക്ഷിണയായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ ഒരു ഗുരുസ്ഥാനം ഒന്നും വിചാരിച്ചിട്ട് തന്നെ പാട്ട് സാറ് വരുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു മുറിയിലാണ് തിരുവോണത്തിന് മഹാരാജാവ് ആൾക്കാരെ റിസീവ് ചെയ്ത് ഓണക്കോടി കൊടുക്കുന്നത്. അപ്പോൾ വെച്ചൂർ സാറിനും ലെറ്റർ പോയി, ഇങ്ങനെ തിരുവോണത്തിന് മഹാരാജാവിനെ ഇത് വാങ്ങിക്കാൻ വരാൻ. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും ഈ ജനൽ വഴി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഓരോരുത്തർ വരുന്ന സീൻ കണ്ടപ്പോൾ. ചിലരൊക്കെ മഹാരാജാവിനെ കാണുമ്പോൾ അങ്ങ് വികാരം വന്ന് ചിലർ കരയും, ചിലർ കാലിൽ വീഴും, ചിലർ ഇങ്ങനെ പുറകോട്ടേ നടക്കുള്ളൂ. അങ്ങനെ പല സീനുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ആൾക്കാരുടെ പല ചേഷ്ടകളും ഭാവങ്ങളും. പെട്ടെന്ന് നോക്കിയപ്പോൾ വെച്ചൂർ സാർ വന്നു. അയ്യോ, ഞാൻ സാറിനെ കണ്ടിപ്പോൾ 6 മാസമായി. അപ്പോൾ സാറ് വന്നപ്പോൾ എന്താ ഭാവിയിൽ ഇവിടെ കാണാനേ ഇല്ലല്ലോ എന്ന് മഹാരാജാവ് ചോദിച്ചു. അപ്പോൾ ഞാൻ മുറിക്കകത്ത് വരുന്നില്ല, സാറിന് കണ്ണ് ഓപ്പറേഷനൊക്കെ എപ്പോഴും കഴിഞ്ഞു, 6 മാസമായി. ഞാൻ വിചാരിച്ചു സാറ് വിളിക്കുമായിരിക്കും. സാറ് പറഞ്ഞല്ലേ, സാറ് എൻ്റെ കോള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ രക്ഷ ഇല്ല എന്ന് പറഞ്ഞ് 2ാമത് പാട്ട് ക്ലാസ് തുടങ്ങി. പക്ഷെ അപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു സ്വിച്ച് ഓൺ മാതിരി എന്തോ സംഭവിച്ചു. പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടാതായി, പാട്ട് മാത്രം. അപ്പോൾ സാറ്റർഡേ സൺഡേ ക്ലാസ്, പിന്നെ സാറ്റർഡേ സൺഡേ വെൻസ്ഡേ ആയി, പിന്നെ സാറ്റർഡേ സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ, അങ്ങനെ ആഴ്ച 4 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ SSLC 1984. ഇപ്പോൾ SSLC സാധാരണ ബുധൻ വ്യാഴം വെള്ളി, പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ, ഇങ്ങനെയാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ എനിക്ക് ആ SSLCക്ക് ബുധന് മുമ്പുള്ള ചൊവ്വ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, വെനസ്ഡേ SSLC കഴിഞ്ഞും എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ സാറ് അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞു, ഞാൻ എത്രയോ വർഷമായിട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ SSLC പരീക്ഷയ്ക്ക് ഇടയ്ക്ക് പാട്ട് ക്ലാസ് ഞാൻ ഒരാൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അന്ന് എനിക്ക് വെളിയിൽ പബ്ലിക്കായിട്ട് പാടാനൊന്നും ഒരു വിചാരം പോലും ഇല്ല, പക്ഷെ എനിക്ക് പാട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇവിടെ പരീക്ഷ സമയത്ത് പാട്ട് ഞാൻ 24 മണിക്കൂർ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇടയ്ക്ക് 1 മണിക്കൂർ പാട്ട് ക്ലാസ് അതാ, അതൊരു മനസ്സ് ഫ്രഷ് ആവും എന്ന് പറഞ്ഞാണ് ഇത് സാധിച്ചത്. പിന്നെ സാറ് മരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ഞാൻ സാറിൻ്റെ കൂടെ ആയിരുന്നു, വെച്ചൂർ സാറ് 1994 നവംബർ 16 സാറ് മരിക്കുന്നത്. നവംബർ 15 വരെ ഞാൻ സാറിൻ്റെ കൂടെ. അങ്ങനെ ഒരു ഗുരു, അയ്യോ, ഞാനിപ്പോൾ സാറിൻ്റെ സെന്റിനറി ആയതുകൊണ്ട് പറയല്ലേ,
എല്ലാ രീതിയും ചിലർ സംഗീതം നല്ലതായിരിക്കും പക്ഷെ സ്വഭാവം നന്നായിരിക്കും, ചിലർ വളരെ ഡീസൻ്റ് ആയിരിക്കും പക്ഷെ പാട്ട് നന്നായിരിക്കും, ചിലർ നന്നായിട്ട് പാടാൻ അറിയാം പക്ഷെ ടീച്ചിങ് എബിലിറ്റി കാണും. ഇതെല്ലാം കൂടെ ചേർന്ന് വല്ലാത്തൊരു ലോട്ടറി അടിച്ച പോലെ ആ ഒരു ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ടോ മ്യൂസിക്കലോ എനിത്തിങ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പറ്റിയല്ലോ എന്നൊരു ചീത്ത ഫീലിംഗ് വരുമ്പോഴത്തേക്ക് സ്വയം ഒന്ന് വെച്ചൂർ സാറുമായിട്ട് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് മാത്രം ആലോചിച്ചാൽ പിന്നെ വേറെ ഒന്നിനെയും കുറിച്ച് എനിക്ക് പരാതി പറയാനുള്ള അർഹതയില്ല. അത്രയും ഒരു പെർഫെക്റ്റ് ആയ ഒരു ബന്ധമായിരുന്നു സാറും ഞാൻ. സാറും ഞാൻ കച്ചേരി പാടി ടി വി ജി സാർ എന്നെ കേട്ടത് 1986-87 1990 ഞാൻ പാടിയത്. പക്ഷെ ആ 86-87 മുമ്പ് ഈ ഒരു SSLC സമയത്ത് പാട്ട് ക്ലാസ് എടുത്ത സമയത്ത് ഈ വെച്ചൂർ സാറിന്റെ മകന് പാലക്കാട്ട് ഒരു ജോലി കിട്ടി. എന്നിട്ട് പറഞ്ഞു, അച്ഛ നമുക്ക് ട്രിവാൻഡ്രം വീട് വാടകയ്ക്ക് കൊടുക്കാം, അച്ഛനും കൂടെ പാലക്കാട്ട് വന്നാൽ മതി. അപ്പോൾ സാറ് പറഞ്ഞല്ലേ, ഞാൻ ട്രിവാൻഡ്രം വിട്ടാൽ എൻ്റെ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ അത് അവിടെ വേറെ ശിഷ്യന്മാരെ കിട്ടും. അപ്പോൾ സാർ എൻ്റെ പേര് എടുത്ത് പറഞ്ഞു, എന്നെ രഘു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം വിട്ടാൽ രഘു എന്ത് ചെയ്യും? അതുപോലെ എനിക്ക് വേണ്ടി മാത്രമേ സാറ് സ്റ്റേ ബാക്ക് ചെയ്ത്. അന്ന് ഞാൻ പാടുന്നൊന്നുമില്ല പബ്ലിക്, പക്ഷേ സാറിനെ കാണായിരുന്നു, ആ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അന്യോന്യമുള്ള കമ്മിറ്റ്മെൻറ്റ്. ചില ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരോട് ഭയങ്കര കമ്മിറ്റഡ് ആയവർ കാണും, പക്ഷെ ഗുരുക്കന്മാർ വളരെ കാഷ്വൽ ആയിരിക്കും. തിരിച്ചുമുണ്ട്, ചില ഗുരുക്കന്മാർ കുട്ടികൾക്ക് വേണ്ടി അവർ ജീവൻ വേണമെങ്കിൽ കൊടുക്കും, പക്ഷേ കുട്ടികൾ ഒരു സ്റ്റേജ് ആകുമ്പോൾ പൊടിയും തട്ടി ഗുഡ് ബൈ പോലും പറയാതെ വരാൻ പോകും. അതും ഒരുപാട് നടക്കും. അപ്പോൾ ഈ രണ്ട് സൈഡും ഒരേപോലെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഉള്ള ഒരു ബന്ധം. അത് ഗുരു ശിഷ്യ മാത്രമല്ല, എനി റിലേഷൻഷിപ്പ്, ഭാര്യയും ഭർത്താവായാലും ശരി, അച്ഛനമ്മമാരും മക്കളും ആയാലും ശരി, എനി റിലേഷൻഷിപ്പ് 100% രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ ഇരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതെനിക്ക് സാറിൻ്റെ കേസിൽ കിട്ടി.